ഹായ് ഹലോ നമസ്കാരം. NCM വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ കാലത്ത് ട്രെൻഡിങ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യ ഭാഗമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. നെറ്റ് ആയിക്കോട്ടെ, സെറ്റ് ആയിക്കോട്ടെ, കേട്ടറ്റ് ആയിക്കോട്ടെ, സീറ്ററ്റ് ആയിക്കോട്ടെ, നമ്മുടെ മത്സര പരീക്ഷകൾ PSC ആയിക്കോട്ടെ, എല്ലാവിടെയും നമ്മുടെ കറണ്ട് അഫയേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇത് ഓർമ്മിച്ച് വെക്കാനും വളരെയധികം വിഷമാണ്. അപ്പോൾ അന്നന്ന് നടക്കുന്ന സംഭവങ്ങൾ ഓരോ ദിവസത്തെയും പത്രക്കട്ടിങ്ങിലൂടെ നമുക്ക് മുന്നോട്ടേക്ക് പോകാമെന്നുള്ള ആശയത്തിലാണ് ഇങ്ങനൊരു സീരീസ് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. നമ്മുടെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ ബീഹാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഇനി വരാൻ വേണ്ടി പോകുന്ന ഭാഗം ഇതാണ്. അപ്പോൾ ബീഹാറിലെ ഏത് കക്ഷിയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NDA സഖ്യകക്ഷിയാണ് അവിടെ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ബീഹാർ നിയമസഭയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത് പ്രധാനമായിട്ടും അവിടെ എത്രമാത്രം നിയമസഭാ സീറ്റുകൾ ഉണ്ട് എന്നറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കേരളത്തിൽ 140 സീറ്റുകളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നതെങ്കിൽ ബീഹാർ കുറച്ചും കൂടി വലിയൊരു സംസ്ഥാനമാണ്. അവിടെ 243 സീറ്റിലാണ് നിയമസഭ മത്സരങ്ങൾ നടക്കുന്നത്. 143 നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ബീഹാറിൽ എത്ര നിയമസഭാ സീറ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ 1 മാറ്റി 2 ആക്കുക. ഓക്കെ, 243. അപ്പോൾ അത് പഠിക്കുക. അതുപോലെ തന്നെ അവിടെ അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നത് NDA സഖ്യം വിത്ത് നിതീഷ് കുമാർ ആസ് മുഖ്യമന്ത്രി. അപ്പം അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ ഇനിയുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉള്ള ഒരു ഭാഗം കൂടിയാണ്. മരങ്ങളുടെ അമ്മയെവിട എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ പേര് നമ്മൾ അറിഞ്ഞിരിക്കാം. പേര് സാലു മരത തിമ്മക്ക. ഓക്കെ, അരയാൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ബാംഗ്ലൂർ ആ ഒരു റേഞ്ചിൽ നല്ല രീതിയിൽ ഏകദേശം 300 ചില്ലാനം ആൽമരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. ഓക്കെ, സാലു മരത തിമ്മക്ക. അവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിന്റ്, അവിടെ ഈ ഒരു അമ്മക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ചോദ്യം എപ്പോഴാണ് പത്മശ്രീ ലഭിച്ചത് എന്നുള്ള ഒരിതും കൂടി വരാം. ഓക്കെ, ഇറ്റ് ഈസ് ഇൻ 2019. ഓക്കെ, 384 ആൽമരങ്ങൾ വെച്ച് പിടിപ്പിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊരു പേര് കിട്ടുകയും കൂടി ചെയ്തിട്ടുള്ളത്. സോ സാലു മരത തിമ്മക്ക 2019 എന്ത് കിട്ടിയിട്ടുള്ളത്, പത്മശ്രീ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഇന്നത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചിരിക്കുമ്പോൾ നമുക്ക് മത്സര പരീക്ഷകൾക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ നമുക്കിതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. സോ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.